കലങ്ങിയപ്പോൾ ADGP MR അജിത് കുമാർ നിരുത്തരവാദപരമായി പെരുമാറി. ഹൈക്കോടതി വിധി ലംഘിച്ച് ശബരിമലയിലേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തു. ഈ രണ്ടു കുറ്റവും ഒട്ടും നിസ്സാരമല്ല. ADGPമാരും DGPമാരും ചീഫ് സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുമൊക്കെ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടവരാണ്. സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് ചട്ടപ്രകാരമുള്ള ശരിയായ വഴി നിർദ്ദേശിക്കേണ്ടവരാണ്. അങ്ങനെ ഒരു ADGPയെ കുറിച്ച് നല്ലതൊന്നുമല്ല കുറച്ചു കാലമായി കേൾക്കുന്നത്. നിരപരാധിയായ ഒരു ADGPയെ കുറിച്ച് 4 പഴി പറയേണ്ട സ്ഥിതി ഏതായാലും ഇന്നാട്ടിലില്ല. പോലീസിലെ തന്നെ ഉന്നതതല അന്വേഷണ റിപ്പോർട്ടിലാണ് MR അജിത് കുമാറിന്റെ വീഴ്ചകൾ എണ്ണി പറയുന്നത്. ട്രാക്ടർ യാത്രയിലെ നിയമലംഘനം എത്ര ഗുരുതരമാണെന്ന് കണ്ടെത്തിയത് ഹൈക്കോടതിയാണ്. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. എന്താണ് ഈ ADGP നന്നാകാത്തത്? ADGP MR അജിത് കുമാർ RSS ഉന്നതരെ കണ്ടത് ഏറെ മുമ്പല്ല. തൃശൂർ വച്ചും തിരുവനന്തപുരത്ത് വച്ചും കണ്ടു. RSS നേതാക്കളെ സംസ്ഥാന ADGP ഒരിക്കലും കാണേണ്ട കാര്യമില്ല. കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേന്ദ്രമന്ത്രിമാർ വിളിച്ചാൽ പോകണം. എന്നാൽ RSSന് എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ കാര്യം? അങ്ങനെ ഒരു സംഘടനയുടെ നേതാവിനെ എന്തിനാണ് കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ കാണുന്നത്? ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പൂരം കലങ്ങിയത്. പൂരം കലങ്ങിയപ്പോൾ ADGP എങ്ങനെയാണ് പെരുമാറിയതെന്ന് പുതിയ അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് റിപ്പോർട്ട് നൽകിയത്. പൂരം അലങ്കോലപ്പെട്ടിട്ടും അജിത് കുമാർ ഇടപെട്ടില്ല. ഇത് കർത്തവ്യ ലംഘനമാണെന്ന് കാട്ടി നേരത്തെ നൽകിയ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ. കമ്മീഷണർ അങ്കിത് അശോകും പൂരം സംഘാടകരുമായി വാക്കേറ്റമുണ്ടായത് മന്ത്രി K രാജനാണ് ADGPയെ ഫോണിൽ അറിയിച്ചത്. സ്ഥലത്തുണ്ടെന്നും മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നുമാണ് ADGP മറുപടി നൽകിയത്. രാത്രി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മന്ത്രി വിളിച്ചിട്ടും MR അജിത് കുമാർ ഫോൺ എടുത്തില്ല. രാത്രിയിൽ ദേവസ്വം അധികൃതരും പോലീസുമായി വെടിക്കെട്ടിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. ദേവസ്വം വെടിക്കെട്ട് നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇതോടെ ആംബുലൻസിൽ സിനിമയിലെ നായകനെ പോലെ സുരേഷ് ഗോപി വന്നിറങ്ങി. സംഭവം കോംപ്രമൈസ് ആക്കി. അന്ന് സുരേഷ് ഗോപി MP അല്ല, തൃശൂർ നിന്നുള്ള സ്ഥാനാർത്ഥി മാത്രമാണ്. ആ സ്ഥാനാർത്ഥി പറയുന്നതാണ് ഇരു ദേവസ്വങ്ങളും അനുസരിച്ചത്. പോലീസിന് വീഴ്ചയുണ്ടോ എന്ന് നോക്കേണ്ട അജിത് കുമാർ ഉറങ്ങിപ്പോയി എന്നാണ് മറുപടി നൽകിയത്. പൂരത്തിന് മേൽനോട്ടം വഹിക്കാൻ വന്നയാൾ കിടന്നുറങ്ങിയെങ്കിൽ അതിലും വലിയ കർത്തവ്യ വീഴ്ചയില്ല. ഇനി പഴയ ശബരിമല വിഷയം എടുക്കുക. 2023-24 ശബരിമല മണ്ഡല മകരവിളക്ക് കാലം. അന്ന് ശബരിമലയിൽ ചുമതലയുമായി അജിത് കുമാർ ഉണ്ട്. ദിവസവും ദേവസ്വവും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലാണ്. 18-ാം പടി വഴി കൂടുതൽ തീർത്ഥാടകരെ കയറ്റിവിടണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആവശ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ആ യോഗത്തിൽ സാധ്യമല്ല എന്ന മറുപടിയാണ് MR അജിത് കുമാർ നൽകിയത്. ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ആ മണ്ഡലകാലത്ത് കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു. 24 മുതൽ 72 മണിക്കൂർ വരെ തീർത്ഥാടകർ വരി നിൽക്കേണ്ട സ്ഥിതിയുണ്ടായി. നിരവധി തീർത്ഥാടകർ മടങ്ങിപ്പോകുന്നതായി പ്രഖ്യാപിച്ചു. ചിലർ പന്തളത്തുപോയി മാല ഊരി. ഇതൊക്കെ വലിയ വാർത്തയായി. ശബരിമല പ്രക്ഷോഭകാലത്തേക്കാൾ തീർത്ഥാടനം കലങ്ങിയത് 2023-24 മണ്ഡലകാലത്തായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം സംഭവിച്ചത് നോക്കുക. 18-ാം പടി വഴി കൂടുതൽ തീർത്ഥാടകരെ കടത്തിവിടാൻ പോലീസ് അനുമതി നൽകി. അലോസരമൊന്നുമില്ലാതെ തീർത്ഥാടനം പൂർത്തിയായി. 3 മണിക്കൂർ വരെയൊക്കെ മാത്രമാണ് വരി നിൽക്കേണ്ടി വന്നത്. ശബരിമലയിൽ തീർത്ഥാടനം അലങ്കോലമായാൽ രാഷ്ട്രീയ നേട്ടമുണ്ടാവുക BJPക്കാണ്. ശബരിമല പ്രക്ഷോഭത്തിന് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായതാണ്. അതുപോലെ പൂരം കലങ്ങിയതിൽ നേട്ടം കൊയ്തത് ആംബുലൻസിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപിയുമായിരുന്നു. ശബരിമലയിലേക്ക് മനുഷ്യരെ ട്രാക്ടറിൽ കൊണ്ടുപോകരുതെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ചരക്ക് കൊണ്ടുപോകാൻ മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. ഈ കർശന നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് ADGPയുടെ യാത്ര. നിയമവിരുദ്ധമാണ് എന്ന് അറിഞ്ഞു തന്നെയാണ് ADGP ട്രാക്ടറിൽ കയറിയത്. ക്യാമറ ഇല്ലാത്ത ഭാഗം നോക്കിയായിരുന്നു ട്രാക്ടർ നിർത്തിയിട്ടതും ADGP കയറിയതും മടങ്ങി വന്ന് ഇറങ്ങിയതും. ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആംബുലൻസ് ആണ് വിളിക്കേണ്ടത്, ട്രാക്ടർ അല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്.
ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ പോലീസ് ചെയ്തതാണ് ഏറ്റവും ചിരിപ്പിച്ച നടപടി. ട്രാക്ടർ ഓടിച്ച പോലീസുകാരനെതിരെ കേസെടുത്തു. അനുവാദമില്ലാത്ത ട്രാക്ടറിൽ മനുഷ്യരെ കയറ്റി എന്നാണ് ആ കേസ്. ആ കയറിയ മനുഷ്യൻ ADGP MR അജിത് കുമാർ ആണെന്ന് FIR-ൽ ഒരിടത്തും പറയുന്നില്ല. ADGP വന്നു നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ പാവപ്പെട്ട പോലീസുകാരൻ എന്തു ചെയ്യാനാണ്? അനുസരിക്കുക എന്നതല്ലാതെ ഡ്രൈവർക്ക് മുന്നിൽ വേറെ എന്താണ് പോംവഴിയുള്ളത്? അതും കേരള പോലീസിന്റെ സ്വന്തം ട്രാക്ടർ. ഉടമയാണെങ്കിൽ DGP ആക്കാൻ സർക്കാർ നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്നയാൾ കൂടിയാണ് ഈ ADGP എന്ന് മറക്കാതിരിക്കാം. ADGPയുടെ ശബരിമലയിലേക്കുള്ള യാത്ര ഔദ്യോഗികമായിരുന്നില്ല. സുരക്ഷ വിലയിരുത്താൻ എത്തിയതല്ല എന്നർത്ഥം. മാളികപ്പുറത്ത് നവഗ്രഹ പ്രതിഷ്ഠ നടക്കുന്നതിനാൽ തുറന്നതാണ് ശബരിമല. ആ സമയത്ത് ദർശനത്തിനെത്തിയതാണ് ADGP. ADGPക്ക് തീർത്ഥാടനത്തിന് പോകാൻ ഏതായാലും പോലീസ് ട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ല. സന്നിധാനത്തേക്ക് ട്രാക്ടറിലാണോ വന്നത് എന്നത് മാത്രമല്ല ഇവിടെ വിഷയം. പമ്പ വരെ ADGP എങ്ങനെ വന്നു എന്നതും പ്രസക്തമാണ്. DGP ആണെങ്കിലും ADGP ആണെങ്കിലും ഒക്കെ വിശ്വാസം വ്യക്തിപരമായ വിഷയമാണ്. അതിന് സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. പൂരം അലങ്കോലമാക്കിയ വിഷയത്തിലും ADGPയെ സംശയമുനയിൽ നിർത്തുന്ന റിപ്പോർട്ടുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളതെല്ലാം. അലങ്കോലമാക്കാൻ ചിലർ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് മന്ത്രി K. രാജൻ അജിത് കുമാറിനെ വിവരം അറിയിച്ചത്. അതിനുശേഷവും ഒരു നടപടിയും ADGP എടുത്തില്ലെങ്കിൽ എന്താണ് അർത്ഥം? ADGPയും പൂരം കലക്കാനുള്ള കൊട്ടേഷൻ ടീമിൽ ഉണ്ടായിരുന്നു എന്നല്ലേ? മറ്റൊരു നിർവചനവും ഈ കൃത്യനിർവഹണ വീഴ്ചയ്ക്ക് ചേരുന്നതല്ല. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.